അവരുടെ പ്രവർത്തന മേഖലകളിൽ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ ദൈവം സഹായിക്കണം. ക്ലാസ്സിനായി ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ അനുഗ്രഹിക്കണം. കടന്നു വരേണ്ടതുവരെ വേഗത്തിൽ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യപ്പെടുവാൻ ദൈവം സഹായിക്കും. എല്ലാ റൺസുകളെല്ലാം മാറ്റി ദൈവിക ആശീർവാദം കൂടിയിരിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഔദ്യോഗിക തിരക്കുകളുടെ നടുവിലും ഇപ്രകാരം സമയം കണ്ടെത്തി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പഠിക്കുന്ന കോഴ്സുകളൊക്കെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയവും സന്ദർഭവും പാഴാക്കാതെ വളരെ നല്ല രീതിയിൽ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ കൗൺസിലിങ്ങിലൂടെ എന്നുള്ളത്. അതിന് പ്രാധാന്യത കൊടുത്ത് ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷ ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഡോക്ടർ എം വി സൈമൺ സാർ, അതുപോലെ തന്നെ മറ്റ് ഓഫീസ് ബിയറേഴ്സ്, നമ്മുടെ ഗീഗോൺ തിയോളജിക്കൽ സെമിനാരി, എല്ലാ പ്രിയപ്പെട്ടവരും സ്വർഗത്തിലും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം നിങ്ങളെ കാണുവാനും കുറച്ച് ക്ലാസ്സുകളൊക്കെ ഒരുമിച്ചായിരിക്കാനും ദൈവം കൃപ ചെയ്തല്ലോ. ക്രൈസിസ് കൗൺസിലിംഗ് എന്ന സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതിൻ്റെ പല ടെക്നിക്കുകൾ നമ്മൾ മനസ്സിലാക്കപ്പെടുവാനായിട്ടിടയായി. ഒത്തിരി പരിമിതികളുണ്ട്, ലിമിറ്റേഷനുണ്ട് നമ്മുടെ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ. എങ്കിലും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുവാനായിട്ടിടയായി. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ശുശ്രൂഷകളിൽ, പ്രവർത്തനങ്ങളിൽ അത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് തുടങ്ങി വെച്ച കാര്യം എന്ന് പറയുന്നത് ട്രൗമ ഇൻഫോംഡ് കെയർ എന്ന ടൈറ്റിലാണ്. ആഘാത അടിസ്ഥാനമാക്കിയുള്ള പരിചരണം, ട്രൗമ ഇൻഫോംഡ് കെയർ. അതിൽ കുറച്ച് പോയിന്റുകൾ നമ്മൾ എഴുതി. എന്താണ് ട്രൗമ ഇൻഫോംഡ് കെയർ അല്ലെങ്കിൽ ആഘാത അടിസ്ഥാനമാക്കിയുള്ള പരിചരണം? കഴിഞ്ഞ ക്ലാസിന്റെ റെക്കോർഡിംഗ് ഉണ്ട് സാറേ. എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ, എനിക്കൊന്ന് ആരോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, സാറേ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൗമ ഇൻഫോംഡ് കെയർ, ആധികാരികത വിവരണത്തെ കുറിച്ചുള്ള ചില പോയിന്റുകൾ നമ്മൾ പഠിക്കാനായിട്ടിടയായി. സേഫ്റ്റി, സുരക്ഷ, ട്രസ്റ്റ്വർത്തിനെസ് ആൻഡ് ട്രാൻസ്പെറൻസി, വിശ്വാസ്യതയും തുറന്നതുമായ സമീപനം, അത് നമ്മൾ പഠിച്ചായിരുന്നു. പീർ സപ്പോർട്ട്, സഹയാത്രികരുടെ പിന്തുണ കഴിഞ്ഞ ക്ലാസ്സിനുണ്ടായിരുന്നവർ. പിന്നെ കൊളാബറേഷൻ ആൻഡ് മെച്യൂരിറ്റി, ഏകോപനം. ഫിഫ്ത്ത് വൺ, എംപവർമെന്റ്, വോയിസ് ആൻഡ് ചോയ്സ്. ഓർക്കുന്നുണ്ടോ? ഈ പോയിന്റുകളൊക്കെ നമ്മൾ എഴുതിയായിരുന്നു. ഓക്കെ, എനിക്കൊന്ന് ഇത്രയും പോയിന്റ് ആണ് എഴുതിയത് അല്ലേ? ലാസ്റ്റ് എഴുതി നമ്മൾ നിർത്തിയത് എംപവർമെന്റ്, വോയിസ് ആൻഡ് ചോയ്സ്, ശക്തീകരണവും സ്വാതന്ത്ര്യവും. ഓക്കെ, അപ്പോ ഈ ആഘാതപരമായിട്ടുള്ള ആധികാരിക പരിചരണം, ട്രൗമ ഇൻഫോംഡ് കെയർ എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിന് പ്രിയാചാൻ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു സെന്റൻസ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ട്രൗമ അടിസ്ഥാനമാക്കിയുള്ള പരിചരണം എന്നത് ഇത് വ്യക്തികൾക്ക് ആഘാതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് അനുയോജ്യമായ വിധത്തിൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു സമീപനമാണ്. അപ്പോ ചുരുക്കത്തിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് തൻ്റെ ബാല്യത്തിൽ നേരിട്ടിട്ടുള്ളതിൽ സ്കൂളിൽ വെച്ചാണോ അവന്റെ അച്ചടക്ക പ്രശ്നങ്ങളിലൂടെ, ശിക്ഷയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ കാരണങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനെ
മനസ്സിലാക്കാതെ ശിക്ഷാ നടപടികൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞിന് അതൊരു ആഘാതമായി തീരപ്പെടുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഒരു പ്രത്യേക സബ്ജക്റ്റ് ചില കുഞ്ഞുങ്ങൾക്ക് മാത്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഒക്കെ ആ സബ്ജക്റ്റിനോടുള്ള ഒരു വിരക്തി ഉണ്ടാകും. അതിന് കാരണമെന്ന് പറയുന്നത് ചിലപ്പോൾ ആ സബ്ജക്ട് ടീച്ചേഴ്സിനോടുള്ള അവരുടെ സമീപന രീതിയിൽ കുഞ്ഞിനോടുള്ള ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രയാസമായിരിക്കാം. അല്ലെങ്കിൽ മാത്സ് മനസ്സിലാകാത്തത് കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ നീ മണ്ടനായി പോയല്ലോ, അല്ലെങ്കിൽ നിനക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകില്ല, ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം അത് ആ കുഞ്ഞിന് ഒരു ആഘാതമായി തീരപ്പെടാനായിട്ട് ഇടയാകും. പിന്നത്തേതിൽ ആ സബ്ജക്റ്റ് പഠിക്കാനോ ആ സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കുഞ്ഞിലെ ഉണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അപ്പോൾ ഇത് വളർന്നു വന്നാലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ആ കുഞ്ഞിനെ ഒരു ട്രൗമയായിട്ട് നിലനിൽക്കും. പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക അന്തരീക്ഷം ഒരു ട്രൗമയായിട്ട് നിൽക്കും. അപ്പോൾ അത് എൻ്റെ കുഞ്ഞ് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശിക്ഷിക്കുന്നതിന് പകരം അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ആ ട്രൗമ, ആ ട്രിഗർ, ആ പ്രയാസം, ആ ആഘാതം മാറ്റാൻ സ്നേഹത്തിലൂടെയും പരിചരണത്തിലൂടെയും മാറ്റാൻ ശ്രമിക്കാതെ നമ്മൾ എന്ത് തന്നെ ശിക്ഷണ കൊടുത്താലും ആ പ്രയാസം വഷളാകത്തേ ഉള്ളൂ. അതൊരിക്കലും ക്യൂറബിൾ ആകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കൗൺസിലർ ഒരു പ്രയാസം കേട്ടിടനെ തന്നെ ഇതാണ് ആ കുഞ്ഞിന്റെ വിഷയം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുകയില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ, സംസാരിച്ചു വരുമ്പോൾ പറഞ്ഞു തുടങ്ങിയ പ്രയാസമായിരിക്കത്തില്ല യഥാർത്ഥമായിട്ടുള്ള കൗൺസിലിംഗ് പ്രോബ്ലം. ഇതിന് പിറകിൽ മറ്റേതെങ്കിലും ആഘാതങ്ങൾ, ട്രൗമ അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതെന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വ്യക്തിയെ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലറിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രൗമ, ആഘാതം? ഒരു സെന്റൻസ് എഴുതാം. എന്താണ് ട്രൗമ, ആഘാതം? ട്രൗമ എന്നത് ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും, ട്രൗമ എന്നത് അല്ലെങ്കിൽ ആഘാതം എന്നത് ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും ഏറെ ബാധിക്കുന്ന ശക്തമായ അനുഭവമാണ്. ട്രൗമ അല്ലെങ്കിൽ ആഘാതം എന്നത് ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും ഏറെ ബാധിക്കുന്ന ശക്തമായ അനുഭവമാണ്. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, അപകടം, പ്രകൃതി ദുരന്തം, പീഡനം, വിട്ടുപിരിവ്, മരണവാർത്ത, തുടങ്ങിയ അനുഭവങ്ങൾ ഒരു വ്യക്തിയെ ട്രോമയിലേക്ക് നയിക്കാൻ കാരണമാകുന്ന വിഷയങ്ങളാണ്. തുടങ്ങിയ അനുഭവങ്ങൾ ഒരു വ്യക്തിയെ ട്രോമയിലേക്ക് അല്ലെങ്കിൽ ആഘാതത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ആഘാതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൗമ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ഏറെ ബാധിക്കുന്ന ഒരു അതിശക്തമായ അല്ലെങ്കിൽ ശക്തമായ അനുഭവമാണ് ട്രൗമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഈ അപകടങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് അപകടം ഉണ്ടായാൽ, അല്ലെങ്കിൽ അപകടം നടന്ന ആ ഒരു കാഴ്ച കാണേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ഇതാണ്. അത് കാണുമ്പോൾ അവർക്ക് ആ അനുഭവം അവരുടെ ശരീരത്തിനെയോ മനസ്സിനോ താങ്ങാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടാകും. പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ മനസ്സിനെ ശരീരത്തെ തളർത്തുന്ന, അസ്വസ്ഥമാക്കുന്ന കാര്യമാണ്. പിന്നെ വിട്ടുപിരിയുന്നത്, നമ്മൾ ചിലപ്പോൾ ഒരു മേഖലയിലായിരിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം
കുഞ്ഞിലെ മുതൽ 5ാം സ്റ്റാൻഡേർഡ് വരെ 4ാം സ്റ്റാൻഡേർഡ് വരെ അല്ലെങ്കിൽ ഒരു പരിധിവരെ ക്ലാസ്സിൽ ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ SSLC 10ാം ക്ലാസ് വരെ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പഠനത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇന്റിമേറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഫ്രണ്ട്സ്, അവർക്ക് പിരിയാനായിട്ടൊരു വിഷമം ഉണ്ടാകും. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരത് മനസ്സിലാക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പിരിയലുണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി മാറുന്നവരുണ്ട്. അപ്പോൾ തന്നെ അത് എന്നേക്കുമായിട്ട് പിരിയുന്നല്ലോ എന്നുള്ള ആ വിഷമം ഒരു ആഘാതമായിട്ട്, ഒരു ട്രൗമയായിട്ട് തീരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് മരണവാർത്തകൾ അല്ലേ, ഇത് കൂടുതലും പെട്ടെന്ന് മരണവാർത്തകൾ കേൾക്കുമ്പോൾ വീട്ടില് ആണുങ്ങളുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സഹോദരന്മാരോടായിരിക്കും അല്ലെങ്കിൽ ആണുങ്ങളോടായിരിക്കും പറയുന്നത് അല്ലേ. ഇപ്പം അമ്മാമ്മയാണ് ഫോൺ എടുക്കുന്നതെങ്കിലും അച്ഛൻ ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ. ഇല്ലെങ്കിൽ മാത്രം പറയും, ഇന്നതുപോലെ ഇന്ന വ്യക്തിക്ക് ഇച്ചിരി പ്രയാസം, സീരിയസ് ആണ് എന്ന് പറയും, മരിച്ചെന്ന് പറയത്തില്ല അല്ലേ. എന്ന് പറഞ്ഞു അയ്യോ മരിച്ചോ, മരിച്ചെന്ന് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ മരിച്ചോ എന്ന് പറഞ്ഞ് ഇവിടെ ബോധം കെടാൻ സാധ്യത ഉണ്ടല്ലേ, പ്രത്യേകിച്ച് ആണുങ്ങളെക്കാൾ സ്ത്രീകൾ, സഹോദരിമാർ. അപ്പൊ ആ ഒരു പെട്ടെന്നുള്ള ഒരു ഷോക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഒന്നുകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അച്ഛനുണ്ടോ, അല്ലെങ്കിൽ മോനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും ഇല്ലെങ്കിൽ അവരോട് പറയും ഓക്കെ ഇന്നയാൾ ഇന്നതുപോലെ സുഖം ഇല്ലാതെ കിടക്കുകയാണ്, അല്പം സീരിയസ് ആണെന്നാ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് അല്ലെ. അങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പൊ അപ്പോ ചിലർക്ക് ഇത് മരണ വാർത്ത പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട്. അതൊരു ട്രോമയായിട്ട് അനുഭവപ്പെടാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് ട്രൗമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഘാതം എന്നുള്ളത്. മനസ്സിലായല്ലോ. ശരീരത്തെ മാത്രമല്ല, അത് മനസ്സിനെയും അസ്വസ്ഥമാക്കും. ചിലപ്പോ അത് ഓരോരുത്തരുടെ മനസ്സിന്റെ മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ചായിരിക്കും. മാനസിക ആരോഗ്യം നല്ല ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് തന്നെ വന്നാലും അതിനെ നിയന്ത്രിക്കാനായിട്ടൊരു കഴിവുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിക്കും, പക്ഷെ ആ വ്യക്തിയുടെ സമയം അത്ര ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. ഇത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി സമയം എടുക്കും, പക്ഷെ സഹോദരന്മാരെ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അത് പെട്ടെന്ന് ആ ഒരു റിയാലിറ്റിയിലേക്ക് അവർ വരും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ട്രോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ട്രൗമയെ അടിസ്ഥാനമാക്കിയ പരിചരണത്തിന്റെ പ്രധാന മൂല്യങ്ങളെ കുറിച്ച് പഠിക്കാം. ട്രൗമ ഇൻഫോംഡ് കെയർ, അതിന്റെ പ്രധാന മൂല്യങ്ങൾ. ആഘാതത്തെ അടിസ്ഥാനമാക്കിയ പരിചരണത്തിന്റെ പ്രധാന മൂല്യങ്ങൾ. എങ്ങനെ എഴുതിയാൽ മതി? മൂല്യങ്ങൾ, പ്രധാന മൂല്യങ്ങൾ. നമ്മൾ ട്രൗമ ഇൻഫോംഡ് കെയർ എന്നുള്ളതിന്റെ പ്രധാന മൂല്യങ്ങളാണ് പഠിക്കുന്നത്. അതിലും ആദ്യം വരുന്നത് സേഫ്റ്റിയാണ്, സുരക്ഷ. ഓക്കെ, അപ്പോ ഈ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവനം ലഭിക്കുന്ന വ്യക്തി ശാരീരികവും മാനസികവുമായ സുരക്ഷിതത്വം അനുഭവപ്പെടണം. അതാണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേവനം ലഭിക്കുന്ന വ്യക്തി ശാരീരികവും മാനസികവുമായ സുരക്ഷിതത്വം അനുഭവപ്പെടണം. രണ്ടാമത്തെ മൂല്യം എന്ന് പറയുന്നത് വിശ്വാസം നിലനിർത്തൽ. ബ്രാക്കറ്റിൽ ട്രസ്റ്റ് വർത്തിനെസ്. വിശ്വാസം നിലനിർത്തൽ.
ഈ ട്രസ്റ്റ്വർത്തിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുറന്നും സത്യസന്ധവുമായ ആശയവിനിമയത്തിലൂടെ വിശ്വാസം നിലനിർത്തണം. അപ്പോ ഒരാൾക്ക് ആ വിഷയം ആഘാതം സംഭവിക്കും അല്ല ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും റിയാലിറ്റി എന്നുള്ളത്, സത്യമായ കാര്യങ്ങൾ അതിന് ദൂരവേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർമാരെ നമ്മൾ ആശുപത്രിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ തീവ്ര പരിചരണത്തിലായിരിക്കുന്ന വ്യക്തികളെ കൂടെയൊക്കെ നമ്മൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡോക്ടർ ആ രോഗിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമാണെങ്കിൽ ഡോക്ടർ ബൈസ്റ്റാൻഡേഴ്സിനെയാണ് വിളിക്കുന്നത് അല്ലേ. രോഗികളോട് ഒരിക്കലും പറയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു സമയത്ത് എനിക്കൊന്ന് ഗൾഫ് നാടുകളിലൊക്കെ അമേരിക്കയിലൊക്കെ എനിക്കൊന്ന് രോഗിയോടൊക്കെ പറയുമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം പറയത്തില്ല. പക്ഷെ ബൈസ്റ്റാൻഡറിനെ വിളിച്ചിട്ടും ഒരു സഹോദരിയാണ്, സ്ത്രീയാണ് കയറി പോകുന്നെങ്കിൽ ഡോക്ടർ പറയും വേറെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ. എന്നാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമാണെങ്കിൽ, അല്ല ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പറയും ഓക്കെ ഈ അസ്വസ്ഥത ഇച്ചിരി സീരിയസ് ആണ്, നമ്മൾ ഇച്ചിരി സൂക്ഷിക്കേണ്ട വിഷയമാണ് എന്നേ പറയുള്ളൂ. നിങ്ങൾ വേറെ ആരെങ്കിലും അറിയിക്കേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണാനായിട്ട് പറയുക എന്ന് പറയും. അപ്പോ അതിനുശേഷം ഈ ബൈസ്റ്റാൻഡറിലൂടെ രോഗി ചെറുതായിട്ട് കാര്യങ്ങൾ അറിയും. പിന്നെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് അവര് പെട്ടെന്ന് പറയുമ്പോൾ ഒരു ട്രോമ ഉണ്ടാകാതിരിക്കാൻ, ഒരു ആഘാതം ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു ഇങ്ങനെ പലരിലൂടെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും, ലാസ്റ്റ് പറയും ഇന്നതാണ് അസ്വസ്ഥത, ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റിൽ ഇന്ന രീതിയിലുള്ള കെയർ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നത് തീർത്ത് പറയാനായിട്ടിടയാണ്. ഓക്കെ, അത് അങ്ങനെ പറയുന്നതിന്റെ കാര്യം ഡോക്ടർക്ക് ചുമ്മാ സമയം കളയാനോ അല്ലെങ്കിൽ 2 ദിവസം കൂടെ രോഗി കിടക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടെ അല്ല, അവരുടെ ആശുപത്രി കടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ കാശ് കിട്ടും എന്നുള്ളതും കൊണ്ട് മാത്രമല്ല, ആ പെട്ടെന്നുള്ള ഒരു ആഘാതം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ട്രസ്റ്റ്വർത്തിനെസ്, തുറന്നും സത്യസന്ധവുമായ ആശയവിനിമയത്തിലൂടെ വിശ്വാസം നിലനിർത്തണം എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. അത് പെട്ടെന്ന് എടുത്തതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആഘാതത്തിലേക്ക്, ട്രോമയിലേക്ക് വഴിതിരിക്കും എന്നതുകൊണ്ട് ആ സത്യസന്ധമായ കാര്യങ്ങൾ സാവധാനത്തിൽ പറയേണ്ടവരോട് പറഞ്ഞിട്ട് അതിന്റെ ഭവിഷ്യത്തിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ്വർത്തിനെസ്. മൂന്നാമത്തത് ചോയ്സ്, സാധ്യതകൾ, തിരഞ്ഞെടുത്ത സാധ്യതകൾ. വ്യക്തിക്ക് ഈ ചോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ ക്രൈസിസ്, ഇത്തരത്തിലുള്ള ക്രൈസിസ് അനുഭവിക്കുന്ന വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകണം. വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അടുത്ത നാലാമത്തത് കൊലാബറേഷൻ, സഹഭാഗിത്വം. കൊലാബറേഷൻ, സഹഭാഗിത്വം. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് തരാം, അടുത്ത ക്ലാസ്സിന്റെ കൂടെ നോട്ട് പ്രിപ്പയർ ആകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിന് മുമ്പ് തന്നെ PDF ആയിട്ട് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ആയിരിക്കും നമ്മുടെ ഈ സെഷന്റെ ലാസ്റ്റ് ക്ലാസ് എന്ന് തോന്നുന്നു. അപ്പോൾ നോട്ടിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാനും ഒരു സംശയ നിവാരണം അപ്പോൾ തന്നെ ലാസ്റ്റ് ടോപ്പിക്കും കൂടെ പഠിപ്പിച്ച് അടുത്ത ക്ലാസ്സിന് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ആകത്തില്ലെങ്കിലും ആ ഒരു കോഴ്സിന്റെ രീതി നമുക്കങ്ങ് നടത്താം. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫാമിലി കൗൺസിലിങ്ങിനുള്ള ടീച്ചേഴ്സ് ഒക്കെ റെഡിയാന്ന് തോന്നുന്നു. അപ്പോൾ കൊളാബറേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ കക്ഷിയോടൊപ്പം ചേർന്ന് ബഹുമാനത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയും ക്ലയന്റിനെ ഒരു ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിലല്ല, അവരോടൊപ്പം ചേർന്ന് നമ്മുടേതായിട്ടുള്ള പ്രയാസമാണെന്ന് ചേർന്ന് അവരെന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യുന്ന, ബഹുമാനത്തോടെ പ്രവർത്തിക്കുക. കക്ഷിയോടൊപ്പം ചേർന്ന് ബഹുമാനത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
അടുത്ത അഞ്ചാമത്തത് എംപവർമെന്റ്. എംപവർമെന്റ്, ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുക. അപ്പോ ഓരോ വ്യക്തിക്കും പ്രയാസങ്ങൾ അതിജീവിക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കൗൺസിലർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ തന്നെ ഒരു പ്രതിസന്ധി അത് ട്രോമയിലേക്ക് നയിക്കുമ്പോൾ ഈ വ്യക്തിക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്, ഈ പ്രയാസത്തിൽ ഞാൻ തകർന്നു പോകും അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഇതിൽ നിന്നൊരു രക്ഷ എനിക്കില്ല എന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയമുണ്ട്. പക്ഷേ കൗൺസിലർ പറയണം, ഈ ഒരു പ്രതിസന്ധി നിങ്ങൾ അതിജീവിക്കും. അല്ലെ, ലോകം മുഴുവൻ അടഞ്ഞു കിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അല്ലേ, കൊറോണ. പക്ഷെ അപ്പോഴും എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, അല്ലെ, ഇതും നമ്മൾ അതിജീവിക്കും എന്നുള്ളത്. പക്ഷെ എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഭയപ്പെട്ടു പോയി. അയ്യോ, ഇതോടുകൂടെ ഇങ്ങനെ വീട്ടിനകത്തിരുന്നിട്ട് കർത്താവ് വരും, നമ്മളങ്ങ് അതുപോലെ എടുക്കപ്പെടും, പിന്നെയും ഇതുപോലെയൊക്കെ ആകുമെന്നുള്ള ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനുള്ള തരണം ചെയ്യാനുള്ള ശക്തിയും കഴിവുകളും ആ വ്യക്തിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എംപവർമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെ എംപവർ ചെയ്യുക, അവരെ ധൈര്യപ്പെടുത്തുക, ശക്തീകരിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, അനുഭവത്തിലൂടെ ഒക്കെ നമുക്ക് അവരെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ ട്രൗമ അല്ലെങ്കിൽ ആഘാതം അടിസ്ഥാനമാക്കിയ പരിചരണം എന്നത്, ട്രൗമ ഇൻഫോംഡ് കെയർ എന്നത് മാനസികാരോഗ്യ ആശുപത്രികൾ, സ്കൂളുകൾ, കലാലയങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ തുടങ്ങിയ മേഖലകൾ അധികം ശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ഒരു ജനകീയ സമീപനമാണ് ഈ ട്രൗമ ഇൻഫോംഡ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്കൂളുകളിലൂടെയും കലാലയങ്ങളിലൂടെയും മറ്റ് മാനസികാരോഗ്യ ആശുപത്രികളിലൂടെ, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഈ കൗൺസിലിംഗ് സെഷനൊക്കെ ഉണ്ട് മാനസികാരോഗ്യ മേഖലയിൽ, അത്തരത്തിലുള്ളവർക്കുള്ള ക്ലാസുകൾ. അപ്പോൾ സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ ഇത് അധികം ശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ഒരു ജനകീയ സമീപനമാണ് ആഘാത അടിസ്ഥാനമാക്കിയ പരിചരണം അല്ലെങ്കിൽ ട്രൗമ ഇൻഫോംഡ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോ അടുത്ത ഹെഡിങ്, അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പാക്ട് ഓഫ് ട്രൗമ. ട്രൗമയുടെ സ്വാധീനം മനസ്സിലാക്കൽ. അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പാക്ട് ഓഫ് ട്രൗമ, ട്രൗമയുടെ സ്വാധീനം മനസ്സിലാക്കൽ. അതിൽ നമ്മൾ ട്രൗമ എന്താണെന്ന് മനസ്സിലാക്കി. ഒരാളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ശക്തമായ അനുഭവമാണ് ട്രൗമ അല്ലെങ്കിൽ ആഘാതം എന്ന് പറയുന്നത്. അത് പല രീതിയിലൂടെ ആയിരിക്കാം. ഒന്ന് അപകടത്തിലൂടെ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിലൂടെ, പിന്നെന്തുവാ, വിട്ടുപിരിയലിലൂടെ, പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ മരണവാർത്ത. ഇതൊക്കെ ഒരു ട്രൗമയിലേക്ക് നയിക്കാൻ കഴിയുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ്, അല്ലെ, നമ്മളൊരു ബെറിയൽ ഭവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ ചിലപ്പോൾ അവരുടെ ദുഃഖം താങ്ങാതെ നിലവിളിക്കുന്നവരുണ്ടാകാം, കരയുന്നവരുണ്ടാകാം. ഈ നിലവിളിയും കരച്ചിലും വിഷമം എല്ലാം ഒതുക്കി വെച്ച് മൗനമായി ഇരിക്കുന്നത് കാണാം, അല്ലെ, ശാന്തമായിട്ട്. പക്ഷെ അതാണ് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ അലറി വിളിക്കുന്നത് ഒക്കെ അവർക്ക് ആ ഒരു സങ്കടം അവര് പോർ ഔട്ട് ചെയ്യുകയാണ്. കുറേ സമയം കരഞ്ഞു കഴിഞ്ഞ് ആ റിയാലിറ്റി അവർ മനസ്സിലേക്ക്, ആ വേദന അവര് എക്സ്പ്രസ് ചെയ്യുന്നേ, അല്ലെ, കുറെ കഴിഞ്ഞിട്ട് അവര് ശാന്തമാവും. പക്ഷെ ഈ സങ്കടമെല്ലാം ഒതുക്കി മനസ്സിൽ വച്ച് വിഷമത്തോട് ഇരിക്കുന്നത് അത് ഇച്ചിരി ഡേഞ്ചറാണ്. എന്ന് പറഞ്ഞാൽ ചിലവര് ഈ മരണ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി വാവിട്ട് കരയുന്നവര്
ഇല്ല. ഞാൻ ഒന്ന് രണ്ടിടത്തിലൊക്കെ പോയിട്ടുണ്ട്. ചില പാസ്റ്റർമാർ അനുവദിക്കത്തില്ല. കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൈക്കിലൂടെ പറയും, നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശുശ്രൂഷ നടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ശാന്തമായിരിക്കും. ഒരിടത്ത് പോകുമ്പോൾ ഇച്ചിരി വഴക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലേ? പാസ്റ്റർക്ക് ഒരു വിശ്വാസി നഷ്ടപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കും, അപ്പനോ അമ്മയോ ആയിരിക്കും, അല്ലേ? അപ്പോൾ പ്രസംഗം ഒരു 5 മിനിറ്റ് കുറഞ്ഞ സമയം കുറവാണ് കിട്ടിയെങ്കിലും ആ ഒരു എന്തുവാ ആ ഒരു പെയിൻ റിലീഫ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ സമയം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മൗനമായി നിൽക്കുക. അപ്പോൾ എല്ലാവരും മൗനമായി നിൽക്കുമ്പോൾ ഇവരുടെ ഈ സങ്കടത്തിന്റെ പറയുമ്പോൾ അല്പം കഴിഞ്ഞ് അവർ തന്നെ ഒന്ന് ഇച്ചിരി ശാന്തമാവും. ശാന്തമാകുമ്പോൾ നമുക്ക് ഒരു സാവധാനത്തിലുള്ള ഒരു മെഡിറ്റേഷൻ രീതിയിലുള്ള ഒരു പാട്ടോ, അവിടെ കൈയടിച്ച് പാടണമെന്നില്ല, ഒന്ന് ശാന്തമായിട്ട് ഒരു പാട്ട്, അല്ലേ? മ്യൂസിക് ഉണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് മ്യൂസിക് ആയിട്ട്, ഒത്തിരി ശബ്ദകോലാഹലം ഒന്നും ഇല്ലാതെ പാടുന്നത് അവരുടെ ആ സങ്കടം നമ്മൾ പങ്കുചേർന്നുകൊണ്ടായിരിക്കുന്നത് അവരെ ഒത്തിരി ആശ്വസിക്കാനായിട്ട് ഇടയാകുമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആ വിഷമം ഒരു ട്രോമയിലേക്ക് നയിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പാക്ട് ഓഫ് ട്രോമയുടെ സ്വാധീനം മനസ്സിലാക്കാനായിട്ട് ചില മേഖലകളുണ്ട്. അതിൽ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള മേഖലയാണ്. ആശങ്കയും ഭീതിയും ഉണ്ടാകുന്നു. അത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യമാണ്. ആശങ്കയും ഭീതിയും. ഒന്ന് മാനസികമായി വരുന്നതാണ് ആശങ്കയും ഭീതിയും. പിന്നെ അടുത്ത് വിഷാദം, ഡിപ്രഷൻ. അതുകൊണ്ട് കൂടുതൽ ഈ വിഷമമുള്ള വ്യക്തികൾ ഒറ്റയ്ക്കിരുത്തരുത്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക കെയറും സംരക്ഷണവും കൊടുക്കണമെന്ന് പറയുന്നത്, അവര് ആ വേദനയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലതും ചിന്തിക്കും, അല്ലേ? പല കാര്യങ്ങൾ ചിന്തിച്ച് ചിലപ്പോൾ ചിന്തിച്ച് അതൊരു വിഷാദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ഡിപ്രഷനിലേക്ക്. പിന്നെ അവർ കണ്ണടയ്ക്കുമ്പോഴും മിണ്ടാതിരിക്കുമ്പോഴും ആ നടന്ന സംഭവങ്ങളൊക്കെ അവർക്കൊരു സ്വപ്നം പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഓർമ്മക്കുറവുണ്ടാകും. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാതെ ഒരു ശ്രദ്ധക്കുറവുണ്ടായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്ത് ചെയ്താലും ആ ഒരു അനുഭവം മനസ്സിലൂടെ വരിക, ഇതൊക്കെ മാനസികമായിട്ട് സ്വാധീനിക്കുന്ന മേഖലകളാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ശാരീരിക അസ്വസ്ഥത. അതില് വിട്ടുമാറാത്ത തലവേദന, വയറുവേദന, ദേഹവേദനകൾ, ഉറക്കക്കുറവുകൾ, ക്ഷീണം, അസ്വസ്ഥത, ഇതൊക്കെ ശാരീരികമായിട്ട് അനുഭവിക്കാവുന്ന പ്രയാസങ്ങളാണ്. ഇതെല്ലാം ഈ ട്രോമ മൂലം സ്വാധീനിക്കപ്പെടുന്ന മേഖലകൾ. എന്ന് പറഞ്ഞാൽ വേറെ ഒരു അസ്വസ്ഥത ആയിട്ടല്ല, ഈ ട്രോമ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് തോന്നുക, തലവേദനിക്കുന്നെന്നും അല്ലെങ്കിൽ സ്റ്റൊമക്ക് പെയിൻ എന്നോ മറ്റ് ദേഹ അസ്വസ്ഥതകളെന്നോ ഒക്കെ, ഉറക്കക്കുറവുകൾ, ഉറങ്ങാൻ കിടന്നാലും കണ്ണടച്ച് കിടക്കുന്നു, പക്ഷേ ചിലർ പറയുന്ന കേട്ടില്ലേ, ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കുന്നുള്ളൂ, പക്ഷെ ഞാൻ ഉറങ്ങുന്നില്ല, ഉള്ളുറങ്ങുന്നില്ല എന്നുള്ളതൊക്കെ. അതൊക്കെ ഓവറായിട്ടുള്ള ഈ ട്രോമയുടേതായിട്ടുള്ള പ്രയാസങ്ങളാണ്. പിന്നെ ഓവറായിട്ടുള്ള ക്ഷീണം, അസ്വസ്ഥത, എന്ത് ചെയ്താലും ഒരു അസ്വസ്ഥത, ഒരു താല്പര്യമില്ലായ്മ. അടുത്ത മൂന്നാമത്തെ, അല്ലെങ്കിൽ ട്രോമയുടെ സ്വാധീനിക്കാവുന്ന പ്രധാന മേഖലകൾ, മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത്
എന്തുവാ ബിഹേവിയർ ആണ്, അവരുടെ പെരുമാറ്റം ബിഹേവിയറൽ ചേഞ്ച്, പെരുമാറ്റം. എന്തൊക്കെ പെരുമാറ്റങ്ങളാണ് അത്തരത്തിലുണ്ടാകുന്നത്? പ്രകോപനം, അക്രമ സ്വഭാവം, ഒറ്റപ്പെട്ടു പോകൽ എന്ന് പറഞ്ഞാൽ കൂട്ടത്തു നിന്ന് മാറി നടക്കുക, ഒറ്റയ്ക്ക് ആരും വേണ്ട. അവസാനം അത്തരത്തിലുള്ളവർ പറയും എനിക്ക് എന്നെ ദൈവം പോലും കൈവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിയും അല്ലേ. എന്ന് പറഞ്ഞാൽ കൂട്ടം നടക്കുന്നുണ്ട്, ഏകനായിട്ട് നടക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി. പിന്നെ ചിലരൊക്കെ ലഹരി പദാർത്ഥങ്ങളിലേക്ക്, ലഹരി പദാർത്ഥങ്ങൾ, അഡിക്ഷൻ, മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ്, അതിനുവേണ്ടി തുടങ്ങുന്നതാണ്, അല്ലാതെ മദ്യം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ചെയ്യുന്നതല്ല. പക്ഷെ അത് പിന്നെ അഡിക്ഷനായിട്ട് തീരാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഒന്നാമത്തത് മാനസികമായിട്ട് മൈൻഡിലുണ്ടാകുന്ന സ്വാധീനങ്ങളാണ് ആശങ്കയും ഭീതിയും, വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ, പിന്നെ ട്രൗമ, ഈ കിനാവ് അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെ പോലും ആ ഇൻസിഡന്റ് ആവർത്തിച്ച് കാണുന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ള ആ ഒരു ഇതുക. പിന്നെ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, അതൊക്കെ വരും. പിന്നെ രണ്ടാമത്തതാണ് ശാരീരിക അസ്വസ്ഥത, അത് തലവേദന, വയറുവേദന, ദേഹവേദനകൾ, ഉറക്കക്കേടുകൾ, ക്ഷീണം, അസ്വസ്ഥത. മൂന്നാമത്തെ മേഖലയാണ് ബിഹേവിയറൽ ചേഞ്ച്, പെരുമാറ്റത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതിൽ ചിലപ്പോൾ പെട്ടെന്ന് പ്രകോപനം, എന്താണ് കയ്യിലിരിക്കുന്നത് ചിന്തിക്കും, ചിലപ്പോൾ വിലപിടിപ്പുള്ള മൊബൈൽ ആയിരിക്കാം, എടുത്തങ്ങെറിയോ അല്ലേ. പിന്നീടായിരിക്കും ചെയ്യുന്നത്, അയ്യോ ഇത്രയും വിലയുള്ളതായിരുന്നല്ലോ, അല്ലെങ്കിൽ പിന്നെ മൊബൈൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പ്രകോപനം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലവരൊക്കെ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടിച്ചങ്ങ് പറന്നങ്ങ് പോകും അല്ലേ. അപ്പോൾ ആ ഒരു ഇത് തീർക്കുന്ന ഇതാണ്. ചിലരൊക്കെ കൈയൊക്കെ മുറുക്കി ചുവരിലോ ഡെസ്കിലോ കഥകിലോ ഒക്കെ ഇടിക്കും. അങ്ങനെ പ്രകോപനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒറ്റപ്പെട്ടു പോകൽ എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വേർപെട്ട് അല്പസമയം മാറിയിരിക്കാനോ സൈലന്റ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു. പിന്നെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളമുള്ള പെരുമാറ്റ ചേഞ്ച് എന്ന് പറയുന്നത് ലഹരി, മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി. അതിൽ നിന്നെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടുമോ എന്നുള്ള ചിന്തയാണ്. ഇതിൽ തന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ, ചിലര് അപ്പോഴ് ബൈബിൾ അങ്ങ് എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങും. അത് വായിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യവുമല്ല, ഇതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്, സ്പിരിച്വലൈസ് ചെയ്യുന്നതാണ്. അത് തികച്ചും തെറ്റാണ് അല്ലെ. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നാമം വൃഥാ എടുക്കരുത്. ചിലര് പ്രകോപിച്ചുകൊണ്ട് നിന്നിട്ട് തന്നെ പറയും, ആ ദേഷ്യത്തോടുകൂടെ സ്തോത്രം 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 എന്നും പറയും. എന്ന് പറഞ്ഞാൽ അവരെ നോക്കി കണ്ണുരുട്ടിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അതൊരിക്കലും ദൈവം അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നത് ട്രാങ്കുലേഷൻ എന്ന് പറയും. അതായത് കൗൺസിലിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ, ബേസിക് പഠിച്ചപ്പോൾ ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ്. ചിലവര് പാത്രമൊക്കെ സൗകര്യമാരെ സംബന്ധിച്ചിടത്തോളം ചിലവർ, എല്ലാവരും ഇല്ല, പാത്രമൊക്കെ കഴുകി തേച്ച് മെഴുകിയൊക്കെ വച്ചിരിക്കുന്നതായിരിക്കും. ഒന്നുകൂടെ എടുത്ത് വാഷ് ബേസിനിൽ എടുത്ത് വീണ്ടും കഴുകുക, അയൺ ചെയ്ത് വച്ചിരിക്കുന്ന ഡ്രസ്സിനെ വീണ്ടും എടുത്തിട്ട് വീണ്ടും മടക്കി അയൺ ചെയ്ത് വെക്കുക. അത് ഓരോരുത്തരുടെ ആ പെരുമാറ്റ രീതികളാണ്. ഓക്കെ. ചിലവരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ വെറുതെ എടുത്തിട്ട് തല്ലുക. അതെ, അത് ഓരോരുത്തരുടെ ആ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്, ചേഞ്ചസ് ആണ്. അപ്പോൾ നാലാമത്തെ സ്വാധീനം എന്ന് പറയുന്നത്, ട്രോമയുടെ സ്വാധീനം പെടുത്തുന്ന പ്രധാന മേഖലയിൽ നാലാമത്തെ മേഖല എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ നമ്മുടെ കുടുംബമായിട്ട്, സൊസൈറ്റിയുമായിട്ട്. പക്ഷേ ഈ അടുപ്പമുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് ഒരു ട്രോമയായിട്ട് ഉണ്ടാകും. വിശ്വാസം നഷ്ടപ്പെടുന്നു. പിന്നെ സമൂഹത്തോടുള്ള പെരുമാറ്റം, എല്ലാവരും എന്നെ ചീറ്റ് ചെയ്ത് വഞ്ചിച്ചു എന്നുള്ള ആ ഒരു
അപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ ട്രൗമയുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മേഖലകളിലുള്ള 4 കാര്യങ്ങളാണ്. ഒന്ന് മാനസികവും, 2 ശാരീരികവും, 3 പെരുമാറ്റ രീതികൾ, പിന്നെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അതിലൂടെ ഉണ്ടാകുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നു, ആ ഒരു സത്യസന്ധത ഇല്ലാതാകുന്നു, സമൂഹത്തിൽ നിന്നൊരു പിന്മാറ്റം, ഇവിടെ വിട്ടിട്ട് നമുക്ക് വേറെടുത്ത് പോകാം, ഇവിടെ ശരിയാകത്തില്ല, വീട് മാറുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. ഇനി അടുത്ത് കുട്ടികളിൽ ഈ ട്രോമയുടെ സ്വാധീനം എങ്ങനെയാണ് ബാധിക്കുന്നെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുട്ടികളിൽ ട്രോമയുടെ സ്വാധീനം. അപ്പോ ഇത്തരത്തിൽ ആഘാതം, മേൽപ്പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഉദാഹരണം പഠിച്ചു, കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ ട്രൗമയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി സ്നേഹത്തോടും അവരെ അത് മാറ്റാനായിട്ട് ശ്രമിക്കാതെ അവരെ ശിക്ഷണ നടപടികളിൽ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകും. അപ്പോൾ കുട്ടികളുടെ ട്രൗമയുടെ സ്വാധീനം ഉണ്ടാകാൻ ഇടയുള്ള ചില കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, പഠനഭാഗങ്ങളിൽ ശ്രദ്ധക്കുറവ്. പഠിക്കേണ്ടുന്ന പഠനഭാഗങ്ങളിൽ ശ്രദ്ധക്കുറവ്. 2, അമിതമായ ഭയം, അമിത ഭയം. 3, തളർച്ച. പിന്നെ മറ്റ് പെരുമാറ്റ വൈകല്യങ്ങൾ, പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പെരുമാറ്റ വൈകല്യം. അപ്പോ ചില കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരും വായിക്കുന്നവരായിരിക്കാം. പക്ഷെ ഒരു നിശ്ചിത സമയമാകുമ്പോൾ, ഒരു 5-ലോ 6-ലോ ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു താല്പര്യം കാണിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ അവർക്ക് അധ്യാപകരിൽ നിന്നോ സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടും ആയിരിക്കാം. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചിലരൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്, എന്റെ കുഞ്ഞിലെയൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ അവൻ ഇച്ചിരി വലിയ ക്ലാസ്സിലായപ്പോഴേക്കും അവന് പഠിക്കാനായിട്ട് കഴിയില്ല, മനസ്സില്ല. നമ്മൾ തന്നെ കാരണം കണ്ടെത്തുന്നത് അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല, ഇന്ന ആളോടാണ് കൂട്ട്. പക്ഷെ അതായിരിക്കത്തില്ല, അത് നമ്മൾ പുറമേ കാണുന്ന കാരണങ്ങളാണ്. പക്ഷേ അകമേ ചിലപ്പോൾ എന്തെങ്കിലും ട്രൗമ ആയിട്ടുള്ള ആഘാതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പ്രത്യേക സംരക്ഷണവും കെയറും നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നത്തെ ഇതിലൊരു വിഷാദത്തിലേക്കോ ഡിപ്രഷനിലേക്കോ നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് പഠന മേഖലയെ ബാധിക്കും, പഠനഭാഗങ്ങളിൽ ശ്രദ്ധക്കുറവുണ്ടാകും, പിന്നെ അമിത ഭയം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, പിന്നെ തളർച്ച. ചില കുഞ്ഞുങ്ങൾക്ക് 5-6 പേര് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ തളർച്ചയാണ്, ഒന്ന് മയങ്ങി വീഴുന്ന ഒരവസ്ഥ, പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ ട്രോമയെ അതിജീവിക്കാനായിട്ട് സഹായമായ ചില മാർഗങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ട്രോമയെ അതിജീവിക്കാനായിട്ടുള്ള സഹായമാകുന്ന മാർഗങ്ങൾ. അതില് ഒന്ന്, മനോരോഗ വിദഗ്ധന്റെ സഹായം തേടുക. ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഈ ട്രോമ ഇൻഫോംഡ് കെയർ, ആധികാരിക പരിരക്ഷ എന്ന് പറഞ്ഞാൽ ശാരീരികമായോ മാനസികമായോ ഒറ്റപ്പെടൽ അതിശക്തമായി അനുഭവപ്പെടുന്ന
വരെ സഹായിക്കുന്ന ഒരു സമീപന രീതിയാണ് ട്രോമ ഇൻഫോംഡ് കെയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സഹായം ആ, ഉപയോഗപ്പെടുത്തുക. ഒന്ന്, മനോരോഗ വിദഗ്ധന്റെ സഹായം നേടുക. 2, ട്രോമ ഇൻഫോംഡ് കെയർ പ്രയോജനപ്പെടുത്തുക. ആധികാരിക പരിരക്ഷണം. അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം, സുരക്ഷിതമായ ബന്ധങ്ങൾ നിർമ്മിക്കുക. അപ്പോ എല്ലാ കൂട്ടുകെട്ടും എല്ലാ ബന്ധങ്ങളും നമുക്കൊരു സുരക്ഷിതമാകണമെന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുക്കാനും കുഞ്ഞുങ്ങളെ അതിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബജീവിതത്തിലായാലും നമ്മുടെ മറ്റ് സോഷ്യൽ ലൈഫുകളിലായാലും നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ നയിക്കാൻ കഴിയാത്ത ബന്ധങ്ങളെ നമുക്കറിയാം, അല്ലേ? അത്തരത്തിലുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ശാന്തമാക്കാനായിട്ട് അനുകൂലമായ പ്രവർത്തികൾ. അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം ധ്യാനിക്കുന്നു, പിന്നെ അല്ലേ, ഇതൊക്കെ നമ്മുടെ മനസ്സിന് എന്തൊക്കെയാണ് അതിന് മെഡിറ്റേഷൻ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും ഈ ട്രോമയെ അതിജീവിക്കാനായിട്ട്. അല്ലെ, ചിലരൊക്കെ ഫാസ്റ്റിംഗ് ഇരിക്കും, പ്രശ്നങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തിനെ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇരിക്കുന്നവരുണ്ട്, അല്ലേ? ഓക്കെ, അത് ഓരോരുത്തരുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഈ ട്രോമയെ എന്താണ് ക്രിസ്തീയ വീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ, സങ്കീർത്തനം 1 ഒരു വചനമുണ്ടല്ലോ, ഈ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നവരുടെ മുറിവുകളെല്ലാം അവൻ കെട്ടുന്നു എന്നൊരു വചനമുണ്ട്. അത് സങ്കീർത്തനത്തിൽ യെസ്, ഓക്കെ, റെഫറൻസ് ആണ് ഞാൻ പെട്ടെന്ന് നോക്കുന്നത്. സങ്കീർത്തനത്തിലാണ്, ഞാൻ പെട്ടെന്ന് ആ റെഫറൻസ് കിട്ടുന്നില്ല. സാറിന് 147-ന്റെ ഒന്ന് വായിക്കാവോ? മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. 147 അല്ലേ? അതെ, 147-ന്റെ 3. സങ്കീർത്തനം 147-ന്റെ 3. ഓക്കെ, മനം തകർന്നവൻ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. മനസ്സിന്റെ മുറിവുകളെ മാറ്റാൻ ഒരു കൗൺസിലറിനോ ഒരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ പൂർണ്ണമായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. ഒരു പരിധി വരെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ മനസ്സിന്റെ മുറിവ് മാറ്റണമെങ്കിൽ ദൈവത്തിനെ കഴിയുകയുള്ളൂ. അപ്പോ യഹോ 139 സങ്കീർത്തനം തോന്നുന്നു, മനം തകർന്നവൻ യഹോ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകും. 103 ആയിരിക്കും.
ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള വേദവാക്യങ്ങൾ നമുക്ക് ധൈര്യം നൽകുന്നതാണ് അല്ലെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് അപ്പൊ ദൈവത്തോടുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വീക്ഷണത്തിൽ ട്രൗമ അല്ലെങ്കിൽ ട്രൗമയുടെ ആഘാതം നമ്മൾ ക്രിസ്തീയ വീക്ഷണം നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം. 2, പ്രാർത്ഥന. 3, ആത്മീയമായ കൂട്ടായ്മയിലുള്ള സജീവ പങ്കാളിത്തം. അപ്പോൾ തുടങ്ങിയവയിലൂടെ ഈ ആഘാതത്തിലെ ട്രൗമയുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഭാരം ട്രൗമയുടെ ഭാരം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. 55 സങ്കീർത്തനം 22 വാക്യത്തിൽ നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതായത് നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അല്ലെ. അപ്പോ നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം നമുക്കായി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഏത് ഭാരമാണെങ്കിലും ദൈവത്തിലേക്ക് നമുക്ക് ഇറക്കി വെക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം. ആ വിശ്വാസത്താൽ ഉളവാകുന്ന പ്രഖ്യാപനമാണ് പ്രാർത്ഥന അല്ലെ. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്കുള്ള ഒരു സജീവ പങ്കാളിത്തം, ഇവയിലൂടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രൗമയുടെ ഭാരം കുറയ്ക്കാനായിട്ട് നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോ ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ട്രൗമയുടെ സ്വാധീനം ശരീരത്തിനും മനസ്സിനും വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ ഇത്തരക്കാരെ നമ്മൾ മനസ്സിലാക്കണം, അവരെ പരിഗണിക്കാനും പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള സഹായം നമ്മൾ അവർക്ക് ആവശ്യമാക്കി കൊടുക്കണം. അപ്പോൾ ഇത്തരക്കാരോടുള്ള സമീപനം എന്ന് പറയുന്നത് അവരെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ചിലരൊക്കെ വിഷയങ്ങൾ പറയുമ്പോൾ ചിലരൊക്കെ ഈ ട്രൗമയുടെ ആഘാതമുള്ള വ്യക്തികൾ ചിലപ്പോൾ ഒന്നും തുറന്നു പറയാനായിട്ട് അവര് മനസ്സ് വയ്ക്കത്തില്ല, മൗനമായിരിക്കും അല്ലെ. ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റുള്ളവരോട് പറയണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാകും. അങ്ങനെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, പിന്നെ അവരെ പരിഗണിക്കുക. ഈ പ്രതിസന്ധികൾ ഞങ്ങളിലും കൂടെ ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ആ ഒരു പരിഗണന എടുക്കുക. പിന്നെ ഈ ക്രൈസിസ് കൗൺസിലിംഗ് അതിന്റെ ആധികാരികതയോടുകൂടി ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ, ഇപ്പൊ നമ്മൾ കുറച്ച് പഠിച്ചു, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, കുറച്ചൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ നമുക്കും പരിമിതികളുണ്ട്. ആ പരിമിതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെക്കാൾ ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ട് സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? റെഫറൽ ചെയ്യുക എന്നുള്ളതാണ് ആ വ്യക്തിയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യമായ കാര്യം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സഹായം തുടങ്ങിയ ഏറെ നിർണായകമായ ഒരു ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഈ ട്രോമ എന്ന് പറയുന്നത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഒരുപോലെ തളർത്തിക്കളയുന്ന ഒരു പ്രതിസന്ധിയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ട്രോമ ഇൻഫോംഡ് കെയർ എന്നതുകൊണ്ടും അതിൻ്റെ സ്വാധീനം ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതാണ് അത്രയും കാര്യം. ഇനി അടുത്ത നമ്മൾ ഈ സെഷന് പഠിക്കാൻ ഉദ്ദേശിച്ച അവസാന ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പറയാൻ നമുക്ക് മനസ്സിലാക്കാം. അത് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ആൻഡ് അവയർനെസ്, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് അവയർനെസ്, സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണവും. സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണവും, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് അവയർനെസ്.
അപ്പോ എന്താണ് ഈ സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണവും? നമുക്ക് നമ്മളെല്ലാം മലയാളികളാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചറും സംസ്കാരവും അതിൻ്റെതായ രീതികളുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതി വെച്ച് നമ്മൾ ആ, പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോകുന്ന രാജ്യത്ത് നമുക്ക് ഈ ഒരു സംസ്കാരം മാത്രം വെച്ച് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മലയാളികൾ മാത്രം കൂടിയിരിക്കുന്ന സ്ഥലമായിരിക്കണം അല്ലെ? അപ്പോൾ മറ്റ് അവിടുത്തെ രാജ്യത്തുള്ളവരുണ്ടാകാം, വേറെ രാജ്യത്ത് നിന്ന് വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളവരുണ്ടാകാം. നമ്മൾ അവരുമായിട്ട് ഒരു ആരോഗ്യപരമായ ബന്ധത്തോടുകൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സംസ്കാരവും അവരുടേതായ രീതിയും നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞില്ല എങ്കിലും അതെല്ലാം ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും അല്ലെ? അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായി തീരും. ഞാൻ അതൊന്ന് വായിക്കാം, എന്നിട്ട് ആ സെന്റൻസ് എഴുതാം. വ്യത്യസ്ത പാശ്ചാത്യങ്ങളിലെയും മതങ്ങളിലെയും ഭാഷകളിലെയും കുടുംബ രീതികളിലെയും ആളുകളെ അവരവരുടെ പശ്ചാത്തലത്തിൽ ബഹുമാനത്തോടെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് മാനസികതയും പ്രാക്ടീസുമാണ്. അപ്പോൾ കൾച്ചറൽ സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണം എന്നത് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടേതെല്ലാത്ത ഒരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ ആചാര രീതിയും അനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ബഹുമാനത്തോടെ തന്നെ അത് വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സർവൈവൽ അവിടെ ഉള്ള ഒരു അവിടുത്തെ ആയിരിക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ്. ഞാൻ ആ സെന്റൻസ് വായിക്കും, നിങ്ങൾക്ക് അത് എഴുതാം. വ്യത്യസ്ത മതങ്ങളിലെയും ഭാഷകളിലെയും കുടുംബ രീതികളിലെയും ആളുകളെ അവരവരുടെ പശ്ചാത്തലത്തിൽ ബഹുമാനത്തോടെ സമീപിക്കേണ്ടത് എന്നുള്ള മാനസികതയും പ്രാക്ടീസുമാണ്. സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ സാംസ്കാരിക പശ്ചാത്തലങ്ങളെ തിരിച്ചറിയുകയും അതിന് ബഹുമാനം നൽകുകയും ചെയ്യുന്നതാണ് സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സാംസ്കാരിക പശ്ചാത്തലവും തിരിച്ചറിയുകയും അതിന് ബഹുമാനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ സാംസ്കാരിക ലളിതത എന്ന് പറയുന്നത്, സെൻസിറ്റീവ് എന്ന് പറയുന്നത്, സാംസ്കാരിക ലളിതത ആ വ്യക്തിയുടെ സംസ്കാരത്തെ അവഹേളിക്കാതെ അല്ലെങ്കിൽ വിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ അതിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും അതിനെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളൊരു പുതിയ പോയാലും ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നമ്മൾ ചെന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ
അറേഞ്ച്മെന്റ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല മറ്റൊരു ഭവനത്തിൽ ചെല്ലും, അല്ലേ? അവിടെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ നമുക്കുണ്ടാകാം. അത് ചെന്നുടനെ ഓൾ ഓഫ് സഡൻ നമ്മളത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് അംഗീകരിക്കണമെന്നില്ല. അവരുമായിട്ടൊരു അപ്പോർട്ട്, ഒരു ബന്ധം സ്ഥാപിച്ച ശേഷം, അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ സജഷൻ നൽകാം, അല്ലെ? ഒരു നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ നൽകാം. ഇന്നതുപോലെ കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ചിലരുടെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ സെറ്റിയോ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഒരു ഓർഡർ കാണത്തില്ല, അല്ലേ? പക്ഷെ അതിൻ്റെതായ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്പേസ് അവിടെ കിട്ടാനായിട്ട് ഇടയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയാണ്, അല്ലെ? അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളിടയിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ജനസംഖ്യകളുമായും സമൂഹവുമായി പ്രവർത്തിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യങ്ങൾ സാംസ്കാരിക ലളിതതയും ബോധവൽക്കരണത്തിന്റെയും ലക്ഷ്യങ്ങൾ. പ്രധാന ലക്ഷ്യങ്ങൾ: ഒന്ന്, സമത്വം ഉറപ്പാക്കൽ. സമത്വം ഉറപ്പാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വ്യക്തികളെയും അവരവരുടെ പശ്ചാത്തലത്തിൽ അംഗീകരിച്ച് മികച്ച സേവനം നൽകുക എന്നതാണ്. എല്ലാ വ്യക്തികളെയും അവരവരുടെ പശ്ചാത്തലത്തിൽ അംഗീകരിച്ച് മികച്ച സേവനം നൽകുക. രണ്ടാമത്തേത് ആദാരം അല്ലെങ്കിൽ ആദരിക്കുക. ഓരോ വ്യക്തി അത് ആദരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സംസ്കാരത്തെയും ജീവിതശൈലിയെയും വിശ്വാസങ്ങളെയും ആദരിക്കുക അല്ലെങ്കിൽ മാനിക്കുക എന്നതാണ്. മൂന്നാമത്തേത് സാമൂഹ്യ പങ്കാളിത്തം. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. സാമൂഹ്യ പങ്കാളിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമൂഹത്തിന്റെയും സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്നതാണ്. ഓക്കെ, 3 പ്രധാന ലക്ഷ്യങ്ങളാണ് സാംസ്കാരിക ലളിത ബോധവൽക്കരണവും എന്നതിൽ ഉള്ള 3 പ്രധാന ലക്ഷ്യങ്ങളാണ്. 1, സമത്വം ഉറപ്പാക്കൽ. 2, ആദരിക്കൽ അല്ലെങ്കിൽ അംഗീകരിക്കുക. 3, സാമൂഹ്യ പങ്കാളിത്തം എന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയാം.
നമ്മളിന്ന് പഠിച്ചത് ട്രോമ ഇൻഫോംഡ് കെയർ എന്നതാണ്. ഇന്ന് നമ്മുടെ പഴയ ആൾക്കാർ ഒത്തിരി കുറവായിരുന്നു. ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ ജോൺസൺ സാറിന് ഇച്ചിരി ടഫായിരുന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിന് മിസ്സായതുകൊണ്ടാണ്. എനിക്കൊന്ന് വീഡിയോ ആരോ ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാറേ, അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചോദിച്ചു അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ 2 ദിവസത്തിനകം നോട്ട് ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതെടുത്ത് വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്, നോക്കിയിട്ട് മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് നമുക്ക് അരമണിക്കൂറിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീരും. പിന്നെ ഉള്ള 1 മണിക്കൂർ നമുക്ക് ഒന്ന് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് പിരിയും. ഓക്കെ, എന്തെങ്കിലും സംശയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിന്ന് പ്രാർത്ഥിച്ച് പിരിയാം. ജോൺസൺ അച്ഛൻ എന്തെങ്കിലും പറയാൻ വന്നതാണോ അതോ? ഓക്കെ, അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി കരയറ്റുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. ഈ കൗൺസിലിംഗ് ക്ലാസ്സിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ അവിടെ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിലൂടെ കർത്താവേ, അനേകരുടെ ഹല്ലേലൂയ അനുഗ്രഹത്തിനായി കർത്താവേ, ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാനായി കർത്താവേ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. അവിടുന്ന് നിയുക്തനാക്കിയ സാറിനെ ഓർത്ത് നന്ദി കരയറ്റുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി അവിടുത്തെ കൃപയിൽ കർത്താവെ വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. കരുണയാകണമേ. കുടുംബമായി സമർപ്പിച്ച് നന്ദി കരയറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. പഠിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ. ഈ ക്ലാസ്സുകൾ കർത്താവെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉപയോഗിക്കണമേ പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, നന്ദി കരയറ്റുന്നു പിതാവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്മരണയിൽ കർത്താവെ എപ്പോഴും ഉണ്ടായിരിക്കുവാനും ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കണം. അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിച്ചാത്ത കർത്താവെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ കോളേജിനായി ഞങ്ങൾ പഠിക്കുന്ന ഗീഹോൻ തിയോളജിക്കൽ സെമിനാരിക്കായി നന്ദി കരയറ്റുന്ന, സ്തോത്രം ചെയ്യും. ഇതിന് നടത്തിപ്പുകാരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പിതാവെ. അവിടുന്ന് ഹല്ലേലൂയ ഈ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളും കർത്താവെ അവിടുത്തെ മഹത്വത്തിനാക്കി തീർക്കണമേ പിതാവേ. സ്തോത്രം. പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും ഒക്കെ അവിടുന്ന് ഹല്ലേലൂയ അവിടുത്തെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമേ പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ. നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സകല മാനവും മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്ന പിതാവേ, യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രതിവരക്കുമാറാണമേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. സർ